സ്റ്റാർ വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ബീഫ് കറിയുടെ റെസിപ്പിയാണ്. അതിനായിട്ട് ഇറച്ചി നുറുക്കി ഒരു ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ട്. സവോള അരിഞ്ഞത്, പച്ചമുളക്, കറിവേപ്പില, കുറച്ച് കറുവാപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, ഇഞ്ചി എല്ലാം എടുത്ത് പാത്രത്തിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മസാലപ്പൊടികളെല്ലാം ചീനിച്ചട്ടി ചൂടാക്കി ഇനി കഴുകി വാരി വെച്ച ബീഫ് എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ ചേരുവകളെല്ലാം ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം എല്ലാം ചേർത്ത് ഉപ്പും ഒക്കെ ആവശ്യത്തിന് ചേർത്തതിന് ശേഷം നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. നല്ലവണ്ണം കൈകൊണ്ട് തിരുമ്മി മസാലകളെല്ലാം പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇത് അടുപ്പിൻ്റെ മുകളിൽ വെക്കാം. അടുപ്പിലാക്കിയിട്ടുണ്ട് നമ്മൾ. ഇനി ഒരു മൂടിപ്പാത്രം വെച്ച് മൂടിയതിന് ശേഷം വേകാൻ വെക്കാം. ഇടയ്ക്ക് നമ്മൾ ഇതുപോലെ ഇളക്കി നോക്കുക. ബീഫ് ഇടയ്ക്ക് അടിയിലെങ്ങാനും പിടിക്കുന്നുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചട്ടിയുടെ. അങ്ങനെ നോക്കിയതിന് ശേഷം പിന്നെയും നമ്മൾ മൂടി വെച്ച് കൊടുക്കണം. ഏകദേശം 2-3 മണിക്കൂറിന് ശേഷം നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ബീഫിൻ്റെ കഷ്ണങ്ങൾ തന്നെയല്ല, എല്ലും ഇറച്ചിയും കൂടെ കൂടിയിട്ടുള്ള ഒരു മിക്സിംഗ് ആണ്. അപ്പം നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബീഫ് കറി, ബ്രെഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ബ്രെഡിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് 4 മണിക്ക് ചായയുടെ കൂടി ബ്രെഡും ഇറച്ചിക്കറിയും ഒക്കെ ഉപയോഗിക്കാം. നല്ലൊരു കോമ്പിനേഷനാണിത്. അപ്പോൾ എല്ലാവരും ബീഫ് കറിയൊക്കെ ഇതുപോലെ തയ്യാറാക്കുമ്പോൾ ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കണം. അപ്പോൾ എല്ലാവർക്കും ബൈ. താങ്ക് യു.